ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് മത്തി മുളകിട്ട് കറി വെക്കാം. ഈ മുളകിട്ട മത്തിക്കറി കപ്പയുടെയും ചോറിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. മുളകിട്ട് വെച്ച മത്തിക്കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കിയെടുത്ത മത്തി, ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ, 5 കൊടംപുളി 3/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തത്. അടുപ്പത്ത് മീൻചട്ടി വെച്ച് അതിലേക്ക് 5½ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് മിക്സ് ചെയ്യാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ച ഇഞ്ചിയും 1½ ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊടംപുളിയും അത് കുതിർത്ത് വെച്ച വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് തിളപ്പിക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഓരോന്നായി ഇടാം. ഇനി ഇതൊന്ന് ചുറ്റിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് ചുറ്റിക്കാം. ഈ സമയം കൊണ്ട് മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഈ കറിയിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് മാറ്റിവെക്കാം. നമ്മുടെ അടിപൊളി മുളകിട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ മത്തിക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്